പ്രിയ കുട്ടികളെ, എല്ലാവർക്കും ഉഷാസ് അക്കൗണ്ടിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. ഈ വർഷം നമുക്ക് +1 കൊമേഴ്സ് ഗ്രൂപ്പ് എടുക്കുന്ന കുട്ടികൾക്ക് +1 കൊമേഴ്സ് ഗ്രൂപ്പാണ് എടുക്കുന്നതെങ്കിൽ ആ എടുക്കുന്ന കുട്ടികൾക്ക് അക്കൗണ്ടൻസി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം ചില സ്കൂളുകളിലൊക്കെ CBSE-ക്കൊക്കെ +1 ചില സ്കൂളുകളിൽ ക്ലാസ് തുടങ്ങി. പക്ഷെ സ്റ്റേറ്റിന്റെ ഓൺലൈനൊക്കെ അവരുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് പഠിച്ചു തുടങ്ങിക്കോളൂ. നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായ ഒരു രീതിയിൽ നമുക്ക് അക്കൗണ്ടൻസി ഭംഗിയായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങിക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് അക്കൗണ്ടൻസി ഒരു കൊമേഴ്സ് ഗ്രൂപ്പ് എടുക്കുന്ന കുട്ടിക്ക് അക്കൗണ്ടിങ് എന്താണെന്ന് ആദ്യമേ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അക്കൗണ്ടൻസി പഠിച്ചു തുടങ്ങാനായിട്ട്. അക്കൗണ്ടൻസി പഠിച്ചു തുടങ്ങുമ്പോൾ അക്കൗണ്ടിങ് എന്താണ് എന്ന് പഠിച്ചു തുടങ്ങുന്നതിന് മുൻപ് നമ്മള് ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് മനസ്സിലാക്കണം. ബുക്ക് കീപ്പിംഗ് എന്താണ് എന്ന് മനസ്സിലാക്കണം. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് സ്റ്റേറ്റിലെയും CBSE-ലെയും കുട്ടികൾക്കുള്ളതാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു ബിസിനസ് സ്ഥാപനം അവരുടെ ഡെയിലി ട്രാൻസാക്ഷൻസ് എന്താ ചെയ്യുന്നേ, വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തും. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു ബുക്കാണ് ബുക്ക് കീപ്പിംഗ്. അപ്പൊ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ബുക്ക് കീപ്പിംഗ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ എ സെറ്റ് ഓഫ് ബുക്സ് ഇൻ സിസ്റ്റമാറ്റിക് മാനർ. അതായത് ബിസിനസ്സിലെ എല്ലാ ട്രാൻസാക്ഷൻസും ഒരു സെറ്റ് ബുക്കുകളിലേക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നതിനാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് സ്ഥാപനം അവരുടെ കട തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് അന്ന് രാവിലെ അവരുടെ കട ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ബിസിനസ്സിൽ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നടക്കുന്നുവോ, അവരുടെ കടയിലേക്ക് സാധനങ്ങൾ അവർ വാങ്ങിക്കുന്നു, അവരുടെ കടയിൽ നിന്ന് അവർ സാധനങ്ങൾ സെയിൽ ചെയ്യുന്നു, അവരന്ന് റെന്റ് കൊടുക്കുന്നു, അങ്ങനെ പല പല ട്രാൻസാക്ഷൻസും ആ സ്ഥാപനത്തില് നടക്കാം. ഈ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്കൊക്കെ മനസ്സിലാക്കി തരാം. ആദ്യം തന്നെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ഇടപാടുകള്, കൊടുക്കലും വാങ്ങലും, അതിനാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ബിസിനസിന്റെ ഇടപാടുകൾ. അപ്പൊ അതില് വാങ്ങലും ഉണ്ടാകും, കൊടുക്കലും ഉണ്ടാകും. അപ്പൊ ഈ കൊടുക്കൽ വാങ്ങൽ നമ്മൾ ഇനി അക്കൗണ്ടൻസി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. അവിടെ നമ്മൾ കൊടുക്കലും വാങ്ങലും എന്നല്ല പറയുന്നത്, ഡെബിറ്റ് ക്രെഡിറ്റ് എന്നാണ് പറയുന്നത്. അത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഇപ്പൊ ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചെടുക്കാം. ബുക്ക് കീപ്പിംഗ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ എ സെറ്റ് ഓഫ് ബുക്സ് ഇൻ സിസ്റ്റമാറ്റിക് മാനർ. ഒരു സെറ്റ് ബുക്കുകളില് അടുക്കും ചിട്ടയോടും കൂടി നടക്കുന്ന ക്രമത്തില്, നടക്കുന്ന രാവിലെ കട തുറന്നപ്പോ തന്നെ നടന്ന ട്രാൻസാക്ഷൻ ആദ്യം, അതിനുശേഷം വന്നത്, അതിനുശേഷം അങ്ങനെ വളരെ അടുക്കും ചിട്ടയോടും കൂടി ഒരു സെറ്റ് ബുക്കിൽ രേഖപ്പെടുത്തുന്നതിനാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അതാണ് ബുക്ക് കീപ്പിംഗ്. ഇനി ബുക്ക് കീപ്പിംഗ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തത് പഠിക്കുന്നത് അക്കൗണ്ടിംഗ് ആണ്. അക്കൗണ്ടിംഗ് എന്താണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോ അക്കൗണ്ടിങ്ങിന് നമുക്കൊരു ഡെഫിനിഷൻ തന്നിരിക്കുന്നത്, അതായത് AICPA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AICPA ദയ്യാണേ എന്ന് പറഞ്ഞ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. അമേരിക്കയിലെ വിദഗ്ധരായിട്ടുള്ള കുറെ പബ്ലിക് അക്കൗണ്ടന്റ്മാരാണ് നമുക്ക് അക്കൗണ്ടിങ്ങിന് ഒരു ഡെഫിനിഷൻ തന്നിരിക്കുന്നത്. അപ്പൊ അക്കോർഡിംഗ് ടു അവരുടെ കണക്കനുസരിച്ച്, ആരുടെ കണക്കനുസരിച്ചാ, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്, അമേരിക്കയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്, നല്ല വ്യക്തമായിട്ട് പഠിച്ചെടുക്കണം കേട്ടോ. ഇതിപ്പം അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളും കൊമേഴ്സ് ഗ്രൂപ്പാണ് എടുക്കുന്നതെങ്കിൽ ഇതങ്ങോട്ട് മക്കൾ പഠിച്ചു തുടങ്ങിക്കോളൂ ഇപ്പൊ തന്നെ. അപ്പൊ നമുക്കത് ഒരു ഓർഡറിൽ അങ്ങോട്ട് പഠിച്ചു പോകാം. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് അവരുടെ രീതി അനുസരിച്ച്, അതാണ് അക്കോർഡിംഗ്, അവരുടെ കണക്കനുസരിച്ച്, ഇവരുടെ കണക്കനുസരിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അക്കോർഡിംഗ് ടു
അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്. കണ്ടോ, ബുക്ക് കീപ്പിംഗിൽ നമ്മൾ റെക്കോർഡ് മാത്രമേ പറഞ്ഞുള്ളൂ. ബുക്ക് കീപ്പിംഗിലെ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തൽ മാത്രമേ നടക്കുന്നുള്ളൂ. ബട്ട് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാലോ, ബിസിനസിന്റെ ട്രാൻസാക്ഷൻസ് അവര് റെക്കോർഡ് ചെയ്യും. അവര് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഉടനെ അവരെന്ത് ചെയ്യും? അതിനെ ക്ലാസിഫൈ ചെയ്യും. എന്ന് പറഞ്ഞാൽ തരംതിരിക്കും. എന്ന് പറഞ്ഞാൽ പർച്ചേസസ് എല്ലാം ഒരു ഗ്രൂപ്പ്, സെയിൽസ് എല്ലാം ഒരു ഗ്രൂപ്പ്, റെന്റ് മൊത്തം ഒരു ഗ്രൂപ്പ്, അങ്ങനെ ഓരോന്നും അവര് ഗ്രൂപ്പ് തിരിക്കും. അതിനാണ് ക്ലാസിഫയിങ് എന്ന് പറഞ്ഞത്. ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ്. അങ്ങനെ പർച്ചേസസ് എല്ലാം പർച്ചേസസിലേക്ക് എഴുതിയിട്ട് ആ പർച്ചേസസ് അക്കൗണ്ട് അവർ ടോട്ടൽ ചെയ്യും. ആ പർച്ചേസ് അക്കൗണ്ടിന്റെ ബാലൻസ് അവർ എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കും. അതാണ് സമ്മറൈസിങ്. അതെങ്ങനെ ചെയ്യുന്നേ? ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ. ബിസിനസിന്റെ ആ ട്രാൻസാക്ഷൻസിന്റെ പ്രാധാന്യം അനുസരിച്ച്. എങ്ങനെ നോക്കി ഇത് റെക്കോർഡ് ചെയ്യുന്നേ? ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. അതായത് ഭാഗികമായിട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്യാരക്ടർ, ബിസിനസിന്റെ ഫിനാൻഷ്യൽ ക്യാരക്ടർ, സാമ്പത്തികമായിട്ടുള്ള അതിന്റെ പൊതു സ്വഭാവം അനുസരിച്ചോ, ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട് thereof. അതിന്റെ റിസൾട്ട്, അതിന്റെ ആവശ്യക്കാർക്ക്, ആർക്കാണോ അതിന്റെ റിസൾട്ട് അറിയാൻ ആഗ്രഹം, അവർക്ക് അതിന്റെ റിസൾട്ട് കൊടുക്കുന്നു. അപ്പൊ എത്രത്തോളം പർച്ചേസ് അക്കൗണ്ടിൽ ഇന്ന് എത്ര രൂപയുടെ പർച്ചേസ് നടന്നു, അല്ലെങ്കിൽ ഇന്ന് എത്ര രൂപയുടെ സെയിൽസ് നടന്നു, അതറിയാൻ ആഗ്രഹമുള്ളവർക്ക് അതിന്റെ റിസൾട്ട് കൊടുക്കുന്നു. അതെങ്ങനെയാ? അവര് റെക്കോർഡ് ചെയ്തത് അവരതിലേക്ക് ആ റെക്കോർഡ് ചെയ്ത സംഭവം ക്ലാസിഫൈ ചെയ്ത് അതാത് ഗ്രൂപ്പുകളിലേക്ക് എഴുതി, അത് ടോട്ടൽ ചെയ്തു, അത് ബാലൻസ് ചെയ്തു. അപ്പൊ എപ്പോ നമുക്ക് അതിന്റെ റിസൾട്ട് വേണമെന്ന് തോന്നുന്നുവോ അപ്പൊ നമുക്ക് അക്കൗണ്ടിൽ നിന്നും അതിന്റെ റിസൾട്ട് കിട്ടും. അതാണ് അക്കൗണ്ടിങ്ങിന്റെ പ്രത്യേകത. അതായത് റെക്കോർഡ് ചെയ്യലും മാത്രമല്ല. അപ്പൊ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ കൊമേഴ്സ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുന്ന ഏത് കുട്ടിയും അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ എപ്പോ ചോദിച്ചാലും ഭംഗിയായിട്ട് പറയാൻ കിട്ടണം. ഓർത്ത് വെക്കുക, അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ ഇതാണ്. അക്കോർഡിംഗ് ടു ആരുടെ രീതി അനുസരിച്ചാ? അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് വിച്ച് ആർ. അതില് ട്രാൻസാക്ഷൻസും അതിന്റെ ഇവന്റ്സ് ഒക്കെ എല്ലാം എഴുതും. which are in part at least of a financial character and interpreting the result thereof. അപ്പോൾ റെക്കോർഡ് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു, അത് ടോട്ടൽ ചെയ്തു, ബട്ട് അതിന്റെ റിസൾട്ട് അറിയാൻ ആർക്കാണോ ആഗ്രഹം അവർക്ക് അതിന്റെ റിസൾട്ട് കൊടുക്കുന്നു. ഇത് പഠിക്കാൻ എളുപ്പത്തിന് ഈ കോമ വരുന്ന സ്ഥലത്ത് നിങ്ങൾ നിർത്തി പഠിച്ചോളൂ കേട്ടോ. അതായത് ഇവിടെ ഞാൻ കോമ കൊടുത്തിട്ടുണ്ട്. അതായത് സിഗ്നിഫിക്കന്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് വിച്ച് ആർ ആൻഡ് ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ്, അവിടെ വരെ കോമ കൊടുക്കുക. ഇവിടെ കോമ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കോമ കൊടുത്തിട്ടുണ്ട്. ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ കോമയുണ്ട്. അങ്ങനെ ആ കോമ കൊടുത്തിരിക്കുന്നിടത്ത് നിർത്തി പഠിക്കുമ്പോൾ ഡെഫിനിഷൻ വളരെ സിമ്പിൾ ആയിരിക്കും. ഇനി ഈ അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് മെയിൻറ്റെയിനിങ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്. ബിസിനസ്സിലെ അക്കൗണ്ടിങ് റെക്കോർഡ്സ് എല്ലാം വളരെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എപ്പോൾ നമുക്ക് ഏത് അക്കൗണ്ടിന്റെ റിസൾട്ട് വേണമെന്ന് നോക്കി ആവശ്യപ്പെടുന്നുവോ നമ്മള് ആ റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അക്കൗണ്ടിങ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നതാണ് ഒന്നാമത്തെ അതിന്റെ ഒബ്ജക്റ്റീവ്സ്. രണ്ടാമത്തത് ഡിറ്റർമിനിങ് പ്രോഫിറ്റ് ഓർ ലോസ്. ബിസിനസ് പ്രോഫിറ്റിലാണോ ലോസിലാണോ പോകുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം എല്ലാ അക്കൗണ്ടുകളും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കത് ബിസിനസ് പോകുന്നത് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സഹായമാകും. അതുപോലെ തന്നെ ഡിറ്റർമിനിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ. ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ മീൻസ് ബിസിനസ്സിന് എത്രത്തോളം അസറ്റ് ഉണ്ട്, എത്രത്തോളം ലയബിലിറ്റീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഫെസിലിറ്റേറ്റിംഗ് മാനേജ്മെന്റിന് ആ ബിസിനസിന്റെ പ്രവർത്തനങ്ങള്, അതായത് ഏത് ബിസിനസ്സും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് എപ്പോഴും എഫിഷ്യന്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് ആയിരിക്കും. മാനേജ്മെന്റിന്റെ കഴിവാണ് ആ ബിസിനസ് പ്രോഫിറ്റിലേക്ക് പോകുന്നത് ഏറ്റവും പ്രധാനമായിട്ടുണ്ട്. എത്രത്തോളം കഴിവുള്ള മാനേജ്മെന്റ് ആണോ അതനുസരിച്ച് ആ ബിസിനസ് നല്ല രീതിയിൽ പ്രോഫിറ്റിലേക്ക് പോകും. അപ്പോൾ ആ മാനേജ്മെന്റിന്റെ ആ ഫെസിലിറ്റേറ്റിംഗ്, അവരുടെ എഫിഷ്യൻസി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ്. ആർക്കൊക്കെയാണോ അക്കൗണ്ടിങ്ങിന്റെ ഇൻഫർമേഷൻസ് ആവശ്യം
ആ ബിസിനസ്സിൽ ഏതെങ്കിലും അക്കൗണ്ടുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആർക്കാണോ ആവശ്യം അവർക്കത് പ്രൊവൈഡ് ചെയ്യാൻ ബിസിനസ്സിന് സാധിക്കുന്നു. കാരണം എന്താ, അവര് എല്ലാ കണക്കുകളും കൃത്യമായിട്ട്, എല്ലാ അക്കൗണ്ടുകളും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, എല്ലാ അക്കൗണ്ടുകളും കൃത്യമായിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട്. എപ്പോൾ ആവശ്യപ്പെട്ടാലും അക്കൗണ്ടിന്റെ ഡീറ്റെയിൽ അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല, പ്രൊട്ടക്ടിങ് ബിസിനസ് അസറ്റ്സ്, ബിസിനസിന്റെ അസറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു. ബിസിനസിന്റെ അസറ്റ് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്നേ? അക്കൗണ്ടിങ്ങില് അവരുടെ ബിസിനസിന്റെ എല്ലാ റെക്കോർഡ്സും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും അസറ്റ്സ് അവിടെ നിന്ന് കളവ് പോകുമോ അല്ലെങ്കിൽ എങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടിൽ നോക്കിയാൽ മതി ഈ അസറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത്. അവരുടെ അക്കൗണ്ടിലുള്ള എല്ലാ അസറ്റ്സും അവരുടെ ബിസിനസിന്റെ ഇയർ എൻഡിങ്ങിൽ അവർ ചെക്ക് ചെയ്യും. എല്ലാ അസറ്റ്സും ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിലാണ് എല്ലാ അസറ്റ്സും അവസാനം കാണിക്കുന്നത്. ആ ബാലൻസ് ഷീറ്റിലുള്ള എല്ലാ അസറ്റും ബിസിനസ്സിൽ ഉണ്ടോ എന്ന് അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ അവർക്ക് അവരുടെ ബിസിനസിന്റെ എല്ലാ അസറ്റ്സും പ്രൊട്ടക്ട് ചെയ്യാനും അവർക്ക് സാധിക്കുന്നു. അതാണ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്. അപ്പൊ ബിസിനസിന്റെ മെച്ചങ്ങൾ ഇത്രയാണ്. ഇനി നമുക്ക് ബുക്ക് കീപ്പിംഗ്, ഞാനിവിടെ ഡെഫിനിഷൻ എഴുതിയില്ല. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞത്? ബുക്ക് കീപ്പിംഗ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ഇതിപ്പോ തന്നെ മക്കൾ എഴുതി പഠിച്ചെടുത്തോട്ടോ. ക്ലാസ് തുടങ്ങാത്തവരും അങ്ങനെ പഠിച്ചെടുത്തോളൂ. ഇത് ആവശ്യമാണ് നിങ്ങൾക്ക്. ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ എ സെറ്റ് ഓഫ് ബുക്സ്. ഇൻ എ സെറ്റ് ഓഫ് ബുക്സ്, ഒരു സെറ്റ് ബുക്കുകളിലാണ് രേഖപ്പെടുത്തുന്നത്. ഇനി രേഖപ്പെടുത്തുന്നത് ഇൻ സിസ്റ്റമാറ്റിക് മാനർ, അടുക്കും ചിട്ടയോടും കൂടിയിട്ടാണ്. ഇൻ സിസ്റ്റമാറ്റിക് മാനർ, വളരെ അടുക്കും ചിട്ടയോടും കൂടിയിട്ടാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷനും അതിന്റെ ഒബ്ജക്റ്റീവ്സും. ഇനി നമ്മൾക്ക് പതുക്കെ നമുക്ക് അക്കൗണ്ടിങ്ങിന്റെ നമുക്കിപ്പോ തിയറി നിങ്ങൾക്ക് ക്ലാസ്സിൽ എടുക്കുമ്പോൾ നിങ്ങൾ പഠിച്ചു പൊക്കോളും. നമുക്ക് പതുക്കെ നമുക്ക് അതിന്റെ പ്രോബ്ലം നമുക്ക് ചെയ്ത് അങ്ങോട്ട് തുടങ്ങാം. അപ്പൊ ഈ പ്രോബ്ലം ചെയ്ത് തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് അക്കൗണ്ടിങ് ടേംസ് എന്താന്ന് പഠിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ സബ്ജക്ട് നിങ്ങൾ പഠിക്കുന്നത്. അപ്പൊ ഈ സബ്ജക്ട് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുമ്പോ ഈ അക്കൗണ്ടിങ്ങിൽ കുറെ ടേംസ് ഉണ്ട്. ആ ടേംസ് കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് ഭംഗിയായിട്ട് അക്കൗണ്ടിങ് നല്ല രീതിയിൽ മാർക്ക് വാങ്ങിച്ച് പാസ്സാക്കാൻ പറ്റും. അപ്പൊ അക്കൗണ്ടിങ് ടേം എന്ന് പറയുമ്പോ നമുക്ക് അസറ്റ് വരും, അസറ്റ്സ്, അതുപോലെ തന്നെ ലയബിലിറ്റീസ്. ഈ അസറ്റ്സ് എന്ന് പറയുമ്പോഴേ ഈ അസറ്റ്സിന് കുറെ ഡിവിഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ കറന്റ് അസറ്റ് ഉണ്ട്, നോൺ കറന്റ് അസറ്റ് ഉണ്ട്. അസറ്റ് എന്ന് വെച്ചാൽ ബിസിനസിന്റെ പ്രോപ്പർട്ടീസാ. ക്യാഷ്, ഫർണിച്ചർ, ഇതെല്ലാം ബിസിനസിന്, ലാൻഡ് ആൻഡ് ബിൽഡിങ്, മെഷീനറി, ഇതെല്ലാം ബിസിനസിന്റെ സ്വത്തുക്കളാണ്. ഈ സ്വത്തുക്കള് കറന്റ് അസറ്റും ഉണ്ട്, നോൺ കറന്റ് അസറ്റും ഉണ്ട്. കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ നമുക്കത് അതാത് വർഷത്തേക്ക് മാത്രം നമുക്കത് ബെനിഫിറ്റ് തരുന്ന അസറ്റാണ്. മറ്റേ നോൺ കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ അത് ലോങ് ടേം പീരീഡിലേക്ക് ബെനിഫിറ്റ് തരുന്ന അസറ്റാണ്. അപ്പൊ കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്, ഇപ്പൊ ഒരു ബേക്കറി നടത്തുന്ന ഒരു ബിസിനസ് സ്ഥാപനം. ഈ ബേക്കറി നടത്തുന്ന ബിസിനസ് സ്ഥാപനത്തില് ആ ബേക്കറിയിലേക്ക് അവര് വാങ്ങുന്ന, അവരുടെ കടയിലേക്ക് വാങ്ങുന്ന ബിസ്ക്കറ്റ്, സമോസ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അത് കറന്റ് അസറ്റാണ്. എന്തുകൊണ്ടാ? അതവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി, സ്ഥിരമായിട്ട് ഉപയോഗിക്കാനല്ല അവരത് വാങ്ങിക്കുന്നത്. ലാഭം എടുത്തുകൊണ്ട് വിൽക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അങ്ങനെ ലാഭം എടുത്തുകൊണ്ട് വിൽക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന അസറ്റിന് നമ്മൾ പറയും ഗുഡ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. ഗുഡ്സിന്റെ പ്രത്യേകത ഇത് റീസെയിലാണ്. എന്ന് പറഞ്ഞാൽ ലാഭം എടുത്തുകൊണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന അസറ്റാണ്. അതൊരിക്കലും അവർക്ക് അവിടെ കടയിലുള്ള ആൾക്ക് ഉപയോഗിക്കാനല്ല അവരത് വാങ്ങിക്കുന്നത്. അയാൾക്ക് ലാഭം എടുത്തുകൊണ്ട് ആ ബേക്കറിയിലേക്ക് അയാൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരിക്കുന്നത് അയാൾക്ക് ലാഭം എടുത്തിട്ട് അയാൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് കറന്റ് അസറ്റ്സ്. അത് റിക്കറിംഗ് ആണ്, ആവർത്തിച്ച് നമുക്ക് വരുന്ന ഒരു സംഭവമാണ്. ഗുഡ്സ് നമ്മൾ ഇന്ന് വാങ്ങിക്കും, നാളെ വാങ്ങിക്കും, തീരുമ്പോ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കും. അതാണ് കറന്റ് അസറ്റ്സ് എന്ന് പറയുന്നത്, അതായത് റിക്കറിംഗ് അസറ്റ്. ഇനി നോൺ കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാലോ നമുക്കതിന്റെ ബെനിഫിറ്റ് ലോങ് ടേം പീരീഡ് ആയിരിക്കും.
ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ, ആ ബേക്കറിയാണ് നമ്മൾ എക്സാമ്പിൾ എടുത്തേക്കണമെങ്കിൽ ആ ബേക്കറിയിലേക്ക് വാങ്ങിച്ചിരിക്കുന്ന ആ ബേക്കറിയിലുള്ള അയാളുടെ റെഫ്രിജറേറ്റർ, അല്ലെങ്കിൽ അയാൾക്ക് അവിടെ അയാൾ വാങ്ങിച്ചിരിക്കുന്ന അയാളുടെ കടയിലുള്ള കമ്പ്യൂട്ടർ, ഇതൊക്കെ അയാൾക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അയാളെ സംബന്ധിച്ച് അത് അയാൾക്ക് ലോങ് ടേം പീരീഡ് പർപ്പസ് ആണ്. അപ്പോ അതിനാണ് നമ്മൾ നോൺ കറന്റ് അസറ്റ് എന്ന് പറയുന്നത് കേട്ടോ. നോൺ കറന്റ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നോൺ റിക്കറിംഗ് ആണ്. ആവർത്തിച്ച് എപ്പോഴും ആ ചെലവ് നമുക്ക് വരുന്നില്ല. ഒരു കമ്പ്യൂട്ടർ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം കമ്പ്യൂട്ടർ മേടിക്കേണ്ട വരുന്നില്ല. അത് നമുക്ക് ഒത്തിരി വർഷം കഴിഞ്ഞിട്ടേ അതിന്റെ ആവശ്യം വരുന്നുള്ളൂ പിന്നെ വാങ്ങിക്കാനായിട്ട്. അതുപോലെ തന്നെ ആ ലോങ് ടേം പീരീഡിന്റെ പ്രത്യേകത, ലോങ് ടേം പീരീഡ് ബെനിഫിറ്റ് ആണ് നമുക്ക് അവർ തരുന്നത്. അങ്ങനെയുള്ള അസറ്റിനാണ് നോൺ കറന്റ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അക്കൗണ്ടൻസി നമ്മൾ കണക്ക് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇതുപോലെ കുറച്ച് ടേംസ് പഠിക്കണം. അപ്പൊ അസറ്റ്സിൽ കറന്റ് അസറ്റ്സ് ഏതൊക്കെയാണ്, നോൺ കറന്റ് അസറ്റ് ഏതൊക്കെയാണ്, ഇത് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കണം. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതൊക്കെ വ്യക്തമായിട്ട് ഓരോന്ന് പഠിക്കാം. അതുപോലെ തന്നെ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ബാധ്യതകൾ. ബിസിനസ് ആർക്കെങ്കിലും എന്തെങ്കിലും പണമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അതാണ് ബിസിനസിന്റെ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഈ ബാധ്യതകളും കറന്റ് ലയബിലിറ്റീസും ഉണ്ട്, നോൺ കറന്റ് ലയബിലിറ്റീസും ഉണ്ട്. ലോങ് ടേം പീരീഡ്, അതായത് 5 കൊല്ലത്തേക്ക് എടുത്തേക്കണ വായ്പ ബാങ്കിൽ നിന്ന്, അത് ലോങ് ടേം പീരീഡ് ബെനിഫിറ്റ് ആണ്, അത് ലോങ് ടേം ലയബിലിറ്റീസ് ആണ്. കടയിലേക്ക് കുറച്ച് സാധനങ്ങൾ അവർ കടം മേടിച്ചു, അവരുടെ കടയിലേക്ക് പറഞ്ഞ സംഭവങ്ങൾ മേടിച്ചേക്കണ കടമാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളേക്ക് ഒരാഴ്ച കഴിഞ്ഞ് അയാൾ തിരിച്ചു കൊടുക്കും. അതെങ്ങനെയാ, കറന്റ് ലയബിലിറ്റീസ് ആണ്. അപ്പൊ കറന്റ് ലയബിലിറ്റീസ് ഉണ്ട്, നോൺ കറന്റ് ലയബിലിറ്റീസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ എല്ലാവരും കൊമേഴ്സ് ഗ്രൂപ്പ് എടുക്കുന്ന കുട്ടികൾ ഈ ചാനൽ ഉഷാസ് അക്കൗണ്ടിങ് സ്കൂൾ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഇപ്പൊ ആദ്യമേ തന്നെ അത് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ നമുക്ക് ഒരു ഓർഡറിൽ നമുക്കെല്ലാം എടുത്തു പോകുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അക്കൗണ്ടൻസി വളരെ ഉപകാരപ്രദമായ രീതിയിൽ നിങ്ങൾക്ക് ഈ വർഷം അത് പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഓക്കെ.